സോ ഇതാണ് നമ്മുടെ HP-യുടെ Omen സീരീസിലെ ലാപ്ടോപ്പ് 16 എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ ഫോളോ ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ തത്സമയം നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് സംഭവം ലെറ്റർ പാക്കിംഗ് ആണ്. ഇനി ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ആണോ എന്ന് അറിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിനകത്തെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിതിൻ്റെ അഡാപ്റ്റർ എങ്ങനെ കൊടുക്കാം, ഇതിനകത്ത് എത്ര പോർട്ട് ഉണ്ട്, അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു ചെറിയൊരു സംഭവമാണ്. ഓക്കെ, അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മുടെ ഒമന്റെ ലാപ്ടോപ്പ് 16 ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പൊളി ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഒമൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് തുറക്കാം. പണ്ടൊക്കെ നമ്മുടെ ഒമൻ സീരീസ് ഒക്കെ എടുക്കുമായിരുന്നെങ്കിൽ ആ ഒരു ലോഗോയുടെ കളറ് ഒരു വൈബ്രന്റ് കളറായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. ആ ഒരു വൈബ്രന്റ് കളർ ഇതിനകത്ത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു നോർമൽ മിറർ ടൈപ്പ് ആക്കിയിട്ടുണ്ട് ആ ഒരു ലോഗോ. എല്ലാ ഒമൻ്റെ ലാപ്ടോപ്പിലും കാണുന്ന രീതിയിലുള്ള ഒമൻ്റെ ഡെഡിക്കേറ്റഡ് ബട്ടൺ, ആ ഒരു ലോഗോ കൊടുത്തിട്ടുള്ള ആ ഒരു കീ ഇവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഒമൻ എന്നൊക്കെ എഴുതി ആ ഒരു ലോഗോ ഒക്കെ വന്നു. ഇനി നമുക്കിതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. യെസ്, ഫൈനലി നമ്മളെല്ലാം ചെയ്തിട്ട് ഇതിന്റെ ആ ഒരു വിൻഡോസിലേക്ക് കടന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു 300 നിറ്റ്സിന്റെ QHD LED ഡിസ്പ്ലേ. നമ്മളിവിടെ PUBG ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതിന്റെ ഗെയിം പ്ലേയും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത്ര വലിയ പ്രോ ഒന്നുമില്ല ഞാൻ PUBGയിൽ. PC ഗെയിമിൽ ഞാൻ ഇച്ചിരി പുറകോട്ടാണ്. എന്നാലും നമുക്ക് അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമുക്ക് ആ PUBGയൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതിനകത്ത് വരുന്നത് GeForce RTX 3070 Tiയുടെ ഒരു ഗ്രാഫിക്സ് കാർഡാണ്. അതും 8GB ഗ്രാഫിക്സ് കാർഡാണ് ഇതിനകത്ത് വരുന്നത്. ഗെയിമിംഗ് പെർഫോമൻസ് ആൻഡ് എഡിറ്റിംഗ് പെർഫോമൻസ് ഒന്നും പറയാനില്ല. ആൻഡ് ഇതിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ 16.1 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. ആ ഒരു കളർ എൻഹാൻസിങ്ങും അതേപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വെട്ടം അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് റിഫ്ലക്റ്റ് ആവില്ല. ഒരു മങ്ങിയ രീതിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഐ കുറച്ചുകൂടെ കംഫോർട്ടായിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഐ ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ആ ഒരു വെട്ടത്തേക്ക് പിടിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്നാൽ പോലും നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ആ ഒരു ഇമേജ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകത. ഇനി ഞാൻ ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ അല്ലാത്ത ഗ്ലോസി ഡിസ്പ്ലേയുടെ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ MIയുടെ ലാപ്പും ഇപ്പുറത്ത് നമ്മുടെ ഒമൻ ലാപ്ടോപ്പ് 16 വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ MIയുടെ ലാപ്ടോപ്പ് എടുത്തിട്ട് ലൈറ്റിന് നേരെ പിടിക്കാന്ന് വെച്ചു. ഇതാണ് മച്ചാമാരെ ആ ഒരു ഗ്ലോസി ഡിസ്പ്ലേ. കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഗ്ലോസി ഫിനിഷും പിന്നെ ആ ഒരു ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്ലെയർ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ടോ. ഇതാണ് ഈ ഒരു ഗ്ലോസി ഡിസ്പ്ലേയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഒമൻ ലാപ്ടോപ്പ് 16 എടുത്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് നമ്മുടെ ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ. നമുക്ക് ബാക്കിൽ
ഈവൻ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഡിസ്പ്ലേയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് മാക്സിമം ആ ഒരു റിഫ്ലക്ഷനെ കുറയ്ക്കും എന്നതാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രത്യേകത. സോ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ഈ ഒരു ലാപ്പിനകത്ത് നമുക്ക് നൽകിയിരിക്കുന്നത് 16 GB ഒരു DDR5 റാം സപ്പോർട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഹീറ്റ് പോകാനുള്ള ഒരു വെന്റ് കാര്യങ്ങൾ കാണാം. പിന്നെ ഈ രണ്ട് ഭാഗത്തായിട്ടും നമുക്ക് വെന്റ് കാണാൻ സാധിക്കും. പിന്നെ ബാക്കിലായിട്ട് വലിയൊരു ഗ്രില്ല് പോലത്തെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഡ്യുവൽ ഫാനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹീറ്റ് സിങ്കും ഈ ഒരു സൈഡിലായിട്ട് തന്നെ കാണാൻ പറ്റും. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വളരെ അടിപൊളിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു കീബോർഡിൽ നമുക്ക് ബാക്ക് ലൈറ്റ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ലാപ്പിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് Ryzen 7ൻ്റെ ഒരു പ്രോസസ്സറാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ലാപ്പിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ 2 C ടൈപ്പ് SS പോർട്ടും കാണാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. കാരണം C ടൈപ്പ് 2 എണ്ണം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറിങ്ങും ഒക്കെ അത്യാവശ്യം സ്പീഡി ആക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു C ടൈപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് C ടൈപ്പ് ലാപ്ടോപ്പ് പവർ അഡാപ്റ്ററും നമുക്ക് കൊടുത്തുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 165 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഗെയിമിങ് അത്യാവശ്യം നല്ല ഫ്ലോയിൽ തന്നെ പോകും. ആ ഒരു ക്വാളിറ്റി നമുക്ക് ആ ഡിസ്പ്ലേയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് PUBG ഓപ്പൺ ചെയ്യാം. ഇതാണ് എൻ്റെ ഗ്രാഫിക്സ്. അടിപൊളിയാണ്. ഇപ്പം ഞാൻ ഇവിടെ സെറ്റിങ്സിൽ നോക്കുവാണെങ്കിൽ 120 റൈഡർ സ്കെയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് മീഡിയമാണ്. എല്ലാം ഗ്രാഫിക്സ് എല്ലാം കിടക്കുന്നത് മീഡിയമാണ്. പക്ഷേ ഞാനിപ്പോൾ അത് അൾട്രയിൽ ഇട്ടിട്ട് അപ്ലൈ ചെയ്യുക. സോ നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ഡീറ്റെയിലിങ്ങും ക്വാളിറ്റിയും ഒക്കെ. ആ ഒരു 165 ഹെഡ്സിൻ്റെ ആ ഒരു റിഫ്രഷ് റേറ്റും പിന്നെ ആ ഒരു QHD ഡിസ്പ്ലേയും ഒക്കെ കൊണ്ട് തന്നെ ആ ഒരു ഗ്രാഫിക്സ് നമുക്ക് പക്കയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഫുള്ള് ഹൈയിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും നിങ്ങൾക്ക് കാണാം പക്കയായിട്ട് തന്നെ ലോഡാവുന്നുണ്ട്. പിന്നെ ബോക്സിനകത്ത് വരുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ കേബിളും അഡാപ്റ്ററുമാണ്. 280 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ അഡാപ്റ്ററാണ് തന്നിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ലാപ്പ് ചാർജ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ലൈക്ക് പ്രീമിയർ പിന്നെ PUBG ഇങ്ങനത്തെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമോ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇത് പവർ അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്പ് യൂസ് ചെയ്യാൻ നോക്കുക. ഇന്നത്തെ ഈ ഒരു ലാപ്ടോപ്പ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുക. ഇതുപോലത്തെ പ്രോഡക്റ്റ് അൺബോക്സിങ്ങിനും പിന്നെ റിവ്യൂസിനും അതേപോലെ തന്നെ എൻ്റെ Instagram ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഫോളോയും കൂടെ ചെയ്യുക. മറ്റ് ടെക് അപ്ഡേറ്റ്സുകളുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ഇറ്റ്സ് മീ AshishTechy. ടൈം ടു വൈൻഡ് അപ്പ് ദ ഷോ ആൻഡ് ബൈ.